നമസ്കാരം. കൊല്ലത്താണുള്ളത്. നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അതേ മുന്നിൽ നിൽക്കുകയാണ്. സമയം ഉച്ചയ്ക്ക് ഒരു 2 മണിയെ കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിലും വെയിലൊട്ടുമില്ല, നല്ല മഴക്കോട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഉച്ചയ്ക്ക് ഒരു 2:50 2:50 2:40 ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ കൂടി കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത കടയായതേ നമ്മുടെ സ്ഥിരം സ്പോട്ടായ സ്ഥിരം കടയിൽ കയറി ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണേ. നമ്മളെ ബയ്യ അടുത്തൊരു ചായ പറഞ്ഞിട്ടുണ്ട്, നമുക്കുള്ള ചായ സെറ്റാക്കുന്നത്. ചായ കൈ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അധികം കടുപ്പമൊന്നും ഇല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ളൊരു ചായയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി ചായ കുടിച്ചിട്ട് ഇനി ഇപ്പം അകത്തോട്ട് കയറണം. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ടിക്കറ്റൊക്കെ എടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ചെറുതായിട്ടുള്ളൊരു സീരീസ് തുടങ്ങുകയാണ് കേട്ടോ, അതായത് മെമു സീരീസ്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് മെമു ട്രെയിൻ ജേണീസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സമയം എന്തോ 2:21 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കൊല്ലത്തുനിന്ന് കോട്ടയത്തോട്ടാണ്. ഒരു മെമു ട്രെയിനിലാണ് നമ്മുടെ യാത്ര. പ്ലാറ്റ്ഫോം നമ്പർ 1A നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇങ്ങോട്ടാണ് പ്ലാറ്റ്ഫോം നമ്പർ 1A വഴി. അപ്പോൾ ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 25 രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. കൊല്ലത്തുനിന്ന് കോട്ടയം വരെ ദൂരത്ത് അങ്ങനെ കിടക്കുന്നുണ്ടോ, അങ്ങേ അറ്റത്തായിട്ട് മെമു ഷെഡാണ് കാണുന്നുണ്ടോ. ഇപ്പുറ സൈഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 കണ്ടില്ലേ, ഇപ്പുറ സൈഡ് പ്ലാറ്റ്ഫോം നമ്പർ 1A, അതായത് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ മെമു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നമ്പർ 06786 കൊല്ലം കോട്ടയം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. ഇവൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:40 ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 96 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വൈകുന്നേരം ഒരു 4:55 ഈ ട്രെയിൻ നമ്മുടെ കോട്ടയത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ട്രെയിനാണ്. പിന്നെ മെമു ട്രെയിൻ ആണല്ലോ, അറിയാലോ. അകത്തുനിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. എന്തേ കണ്ടില്ലേ, ഇതാണ് അകത്തുനിന്നുള്ളൊരു കാഴ്ച. നമുക്കിപ്പോൾ ഒരു സീറ്റ് പോയി തപ്പണം. ഇതേതാണ്ട എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റ്. ഇതേ കിടക്കുന്നത് നമ്മുടെ അനന്തപുരി ആട്ടോ. ഇത് 2:50 ഇവിടെ നിന്ന് എടുക്കും ഈ ട്രെയിൻ. അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുക. ഇതേ വരുന്ന വണ്ടിയാണ് നമ്മുടെ പൂനെ കന്യാകുമാരി വണ്ടിയാണ്. പൂനെ കന്യാകുമാരിയാണ്, ബാംഗ്ലൂർ കന്യാകുമാരിയാണ്. കന്യാകുമാരി ബാംഗ്ലൂർ വണ്ടിയാട്ടോ നമ്മുടെ കൊല്ലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു പുതിയ സീരീസിൻ്റെ ആരംഭമാണ്. ചെറിയൊരു സീരീസ്, അതായത് ഇനി അങ്ങോട്ട് കുറച്ച് മെമു ട്രെയിൻ ജേണീസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണം. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് ഇതേ ട്രെയിനിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്. പക്ഷേ അങ്ങോട്ടുള്ള ട്രെയിൻ ജേണി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. മാക്സിമം എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് മാക്സിമം കാഴ്ചകൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ തിരിച്ച് ഇതേ ട്രെയിൻ തന്നെ, ട്രെയിൻ നമ്പർ 06785 ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 5:40 കോട്ടയം എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 8:15 നമ്മുടെ കൊല്ലത്തേക്ക് എത്തിച്ചേരും. ഇതേ മെമു ഷെഡ് ഉണ്ടോ, വീഡിയോയുടെ ആരംഭത്തിൽ കാണിച്ചായിരുന്നു. ഒന്നും കൂടെ ഇപ്പോൾ ട്രെയിനകത്തിരുന്നുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തന്നതാണ്. കൊള്ളാമല്ലേ, നമുക്ക് പോകാനുള്ള സമയമായി വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ കറക്റ്റ് 2:40 തന്നെ നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, കൊല്ലത്തിൻ്റെ നെയിം ബോർഡ്. അങ്ങേ അറ്റത്തും ഒരു നെയിം ബോർഡുണ്ട്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1A തന്നെയാണ് നമ്മുടെ ചെന്നൈ എഗ്മോർ വണ്ടിയൊക്കെ എടുക്കുന്നത് ഉച്ചയ്ക്ക്. അതായത് ഇവിടുന്ന് എടുക്കുന്നൊരു വണ്ടി ഉണ്ടല്ലോ, കൊല്ലത്തുനിന്ന് പുനലൂർ സെങ്കോട്ട വഴിയൊക്കെ പോകുന്ന വണ്ടി. അതും പ്ലാറ്റ്ഫോം നമ്പർ 1A അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണേ. അപ്പം നമുക്കിനി ഇതിൻ്റെ സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്പുണ്ട്. ഇതൊരു മെമു ട്രെയിൻ ആയതുകൊണ്ട് കൊല്ലത്തുനിന്ന് കോട്ടയം വരെയുള്ള എല്ലാ കൊച്ചു സ്റ്റേഷൻസിലും ഈ ട്രെയിന് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് പെരുന്നാടാണ്. പെരുന്നാട് കഴിഞ്ഞാൽ പിന്നീട് മൺട്രോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളം ജംഗ്ഷൻ, മാവേലിക്കര, ചെറിയനാട്, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം. ഇങ്ങനെ എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് നമ്മുടെ മെമു പോകുന്നത്. നമ്മളെല്ലാ സ്റ്റേഷനും കവർ ചെയ്യും, മാക്സിമം കാഴ്ചകൾ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം.
ഇതേ അകത്തെ കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഫാനൊക്കെ നല്ലോണം കറങ്ങുന്ന ഫാനുകളാണ്, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീർഘദൂര വണ്ടിക്ക് ഇപ്പം എന്തായാലും ഈ ജനറൽ കമ്പാർട്ട്മെൻ്റ് എല്ലാം വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ഇനി അത് കൂട്ടാൻ എന്തായാലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ശരിക്കും ഇതേ കണക്കത് കുറച്ച് മെമു സർവീസുകൾ ഇറക്കുന്നതായിരിക്കും നമ്മുടെ ഈ സ്ഥിരയാത്രക്കാർക്ക് എപ്പോഴും നല്ലത്. ഈ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം ഭാഗം വഴി പോകുന്ന വണ്ടിയാണെങ്കിലും എറണാകുളം വഴി ആലപ്പുഴ ഭാഗം വഴി പോകുന്ന ആരെങ്കിലും എന്തുകൊണ്ടും കുറച്ച് മെമു ട്രെയിൻ സർവീസ് നടത്തി കഴിഞ്ഞാൽ ഈ നേത്രാവതി എക്സ്പ്രസ്സിലെ കണക്ക് ഇടിഞ്ഞും വലിഞ്ഞും പോവേണ്ടി വരത്തില്ല. നേത്രാവതി എക്സ്പ്രസ് അല്ല, അതേ കണക്കത്തുള്ള എല്ലാ ട്രെയിനിലെയും ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ അറിയാമല്ലോ എല്ലാവർക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ആരെങ്കിലും ഒക്കെ കുഴഞ്ഞു വീണ് മരിക്കുകയോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാവും ഭാവിയിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് മെമു സർവീസുകൾ ആരംഭിക്കണമെന്നാണ്. ആദ്യം കൊല്ലത്ത് തിരുവനന്തപുരത്തേക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓട്ടിച്ചു തുടങ്ങണം. എന്നിട്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴിഭാഗവും എറണാകുളം വഴിഭാഗവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ഥിരയാത്രക്കാരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മാറും. പെരിനാട് നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ എത്തിയേട്ടാ, 2:50 പെരിനാട് എത്തിയപ്പോഴത്തേക്കും. പെരിനാടുള്ളവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ, പെരിനാടുകാരുണ്ടെങ്കിൽ. മഴ തുടങ്ങിയിട്ടുണ്ട്, വെയിലില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീഡിയോയുടെ തുടക്കത്തിൽ, മഴയുണ്ട്. മഴയത്തായിരിക്കും നമ്മളെ യാത്ര. അങ്ങനെ പെരിനാട് സ്റ്റേഷനും ബൈ. 1 മിനിറ്റ് ഒന്നും തികച്ചിടത്തില്ല കേട്ടോ. ഒരു സ്റ്റേഷനിൽ 1 മിനിറ്റ് പോലും തികച്ചിടാറില്ല. പിന്നെ എന്തെങ്കിലും വലിയ വണ്ടികൾ, പിന്നെ ഈ മെമു ട്രെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റു വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രയോറിറ്റി കുറവുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ ആ മറ്റേ വണ്ടികളുടെ വരക്കിനും പോക്കിനും ഒക്കെ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിടും. നമ്മളിത് അടുത്ത മൺട്രോതുരുത്ത് ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുവാണ്. നെയിം ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാം. മുമ്പ് ഇവിടെ നെയിം ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ടിങ്ങിന് പോയതിന് ശേഷം പിന്നെ വന്നത് മൺട്രോതുരത്തായിരുന്നു ഈ സ്റ്റേഷനിൽ. അന്ന് ഇവിടെ പരിപാടികൾ, അതായത് പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ പണി നടന്നുകൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ. ഇപ്പോൾ ഒരുവിധം പൂർണ്ണമായി എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. അന്ന് വന്നപ്പോൾ നെയിം ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കൊല്ലം ജില്ലയിലെ അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ് നമ്മുടെ ഈ മൺട്രോതുരുത്ത്. അപ്പോൾ മൺട്രോതുരുത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ. ഇത് എപ്പം മുതലാക്കിയോ എന്തോ ഈ പച്ച കളറ്. മറ്റേത് ആദ്യം നമ്മൾ ഈ ഒരു റൂട്ട് നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ യാത്ര ചെയ്തപ്പോഴത്തേക്കും നീലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പച്ച എപ്പോൾ മാറ്റിയോ എന്തോ. ഇപ്പോൾ നമ്മുടെ കന്യാകുമാരി ഇല്ലേ മെമു, അതും എല്ലാം പച്ച. എനിക്ക് തോന്നുന്നു മെമുകളെല്ലാം ഇപ്പോൾ പച്ച ആക്കിയെന്ന്, പച്ച പെയിൻ്റ് അടിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റേതായിട്ട് ഉള്ളതായിരിക്കാം ഈ ചേഞ്ച്. ഇതേ അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ശാസ്താംകോട്ട സ്റ്റേഷനിൽ ഒരു 3:15 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുന്നത്. ആ മൺട്രോതുരത്ത് എത്തിയ സമയം പറയാൻ മറന്നുപോയി. 3:05 ആയപ്പോൾ നമ്മൾ മൺട്രോതുരത്ത് എത്തിയായിരുന്നേ. ഇപ്പോൾ അതേ സമയം 3:14 ആയപ്പോൾ ശാസ്താംകോട്ട. അപ്പോൾ ശാസ്താംകോട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോയ്ക്ക്. പിന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കൊല്ലത്തുനിന്ന് കോട്ടയത്തോട്ടാണെങ്കിലും കോട്ടയത്തോട്ടെന്ന് തിരിച്ച് കൊല്ലത്തോട്ടാണെങ്കിലും. അങ്ങനെ വലിയ താമസമൊന്നും ഇല്ലാതെ ശാസ്താംകോട്ടയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, ഈ ട്രെയിൻ 4:55 ഇത് കോട്ടയത്ത് എത്തുമ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ 5:40 ഈ ട്രെയിൻ എന്ന്. ഈ 4:55 ഈ ട്രെയിൻ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുവിധം ആൾക്കാരെല്ലാം ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും നമ്മുടെ ഈ മെമു ട്രെയിനിലേക്ക്. തിരിച്ച് കുറച്ചധികം ആൾക്കാരുണ്ടാവും, പക്ഷേ ഒരുപാട് തിരക്കുണ്ടാവത്തില്ല. എവിടെ നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ ഈ ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ, പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരൊക്കെ. അപ്പോൾ തിരിച്ച് അത്യാവശ്യം തിരക്ക് ഉണ്ടാവും ഈ ട്രെയിനിന്.
കായംകുളമൊക്കെ എത്തുന്നതിന് മുമ്പേ വണ്ടി എന്തുവാ തിരക്ക് കാര്യങ്ങളൊക്കെ കുറയും. എന്നിരുന്നാലും അവിടുന്ന് കോട്ടയത്ത് നിന്ന് എടുക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും. നമ്മളെ കൊല്ലത്ത് നിന്ന് എടുക്കുന്നതിനൊക്കെയല്ല ഈ വണ്ടിയുടെ തിരക്ക്, തിരിച്ച് കോട്ടയത്ത് നിന്ന് കൊല്ലത്തോട്ട് എടുക്കുമ്പോൾ. റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ 139. ഈ നമ്പറിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. മെസ്സേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ്, മഴയൊക്കെ ആയതുകൊണ്ട് വലിയ പെരുമഴയായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ മഴ തോന്നും നിന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ട്രെയിനിൽ. ഇതേ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 3:20 ആയപ്പോഴത്തേക്ക് നമ്മൾ കരുനാഗപ്പള്ളി എത്തി. നമ്മുടെ ഒരു ബ്രോ ഇങ്ങനെ സ്ഥിരം കമൻറ്റ് ചെയ്തായിരുന്നു, അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു ബ്രോ, അവൻ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു കരുനാഗപ്പള്ളി സ്റ്റേഷൻ കാണിച്ചിട്ട് കുറേ ആയെന്ന്. അപ്പോൾ അതേ ബ്രോ, നിൻ്റെ കരുനാഗപ്പള്ളി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതേ കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മഴയുണ്ട് കേട്ടോ ഇവിടെയും. എൻ്റെ അകത്തെ കാഴ്ച ഇങ്ങനെയാണ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു മെമോ ആണ് കേട്ടോ. വലിയ താമസമില്ലാതെ തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നും ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ മെമുവിൻ്റെ സർവീസ് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദീർഘദൂരം ഞാൻ പറഞ്ഞില്ല, നേത്രാവതി പോലത്തുള്ള വലിയ വണ്ടികളിൽ ഇനി അങ്ങോട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റേ കാണത്തിലുള്ളത് വെട്ടിക്കുറയ്ക്കുള്ളൂ. അപ്പോൾ അവരാർക്കും അതിന് പ്രയോറിറ്റി കൊടുക്കത്തില്ല, വേറെന്നവർ കയറി എങ്ങനെയും പോട്ടെ എന്നും പറഞ്ഞിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് മെമു സർവീസ് വരണം. ഒന്നും അറിയാൻ വയ്യ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും മെമുവിൻ്റെ ട്രെയിൻ ജേണീസും കൂടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. ചെയ്യാൻ താല്പര്യമുള്ള മെമു ട്രെയിൻ ജേണീസ്. വീണ്ടും മഴ തുടങ്ങി. ക്യാമറയിൽ വെള്ളം കയറുക ബ്ലറാവുന്നുണ്ടോ? ഓച്ചിറ സ്റ്റേഷനിലേക്ക് എത്തി. നെയിം ബോർഡ് അപ്പുറത്തായിരുന്നു, നോക്കട്ടെ കാണാൻ പറ്റുമോ നോക്കാം. ഓച്ചിറ എത്തിയപ്പോഴത്തേക്ക് 3:30 ആയി കേട്ടോ. ഇതേ കണ്ട ഓച്ചിറയുടെ നെയിം ബോർഡ്. മഴയുണ്ട്, അത്യാവശ്യം മഴയുണ്ട്. ഓച്ചിറ പരബ്രഹ്മം ക്ഷേത്രം, ഫേമസ് ക്ഷേത്രം, വിഗ്രഹമില്ലാത്ത ശിവക്ഷേത്രം അല്ലേ. അപ്പോൾ ഓച്ചിറയിലുള്ളവരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ കൊല്ലത്ത് നിന്ന് പെരുന്നാട്, മൺട്രോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, ഓച്ചിറയൊക്കെ കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. മഴയും ഉണ്ട് നല്ല രീതിയിൽ. നമ്മളിത് കായംകുളത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ കായംകുളം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഒരു 100 മീറ്റർ മാറി
കുറച്ച് നേരം ഒരു 5, 6, 7, ഒരു 10 മിനിറ്റോളം പിടിച്ചിട്ടിരുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് തരാം. വേറെ ട്രെയിനൊന്നും ക്രോസ് ചെയ്ത് പോകുന്നതും കണ്ടിട്ടില്ല, അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അതിന് ശേഷമാണ് നമ്മളെ ട്രെയിനിൻ്റെ കായംകുളത്തോട്ട് കയറാൻ പോകുന്നത് കേട്ടോ. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ബാക്കിലോട്ടായിട്ട് നമ്മളെ പിടിച്ചിട്ടായിരുന്നു. എന്നിട്ട് ഇതാ ഇപ്പോൾ വീണ്ടും കയറിയിരിക്കുകയാണ്. അപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3:35 കായംകുളം ജംഗ്ഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണെന്ന് തോന്നേ. തന്നെ ഇവിടെയും കുറച്ച് നേരം കൊണ്ട് കിടക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുതലായി കായംകുളത്ത്. അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്ത് ട്രെയിൻ. വേറെ ട്രെയിനൊന്നും വന്നില്ല, കണ്ടതുമില്ല, എന്തോ കാര്യമൊന്നും അറിയത്തില്ല. സിഗ്നലിൻ്റെ എന്തെങ്കിലും പരിപാടി ആയിരിക്കുമല്ലേ, എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാത്ത. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അങ്ങനത്തെ കായംകുളം കഴിഞ്ഞു. കായംകുളം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ്റെ നെയിം ബോർഡ് താണ്ടേ. ട്രാക്കിൻ്റെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കി, ആൾക്കാരൊക്കെ ഉണ്ടോ അവിടെ. ഇതേതുണ്ടോ അതോ അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നു. മറ്റേ JCBക്കകത്ത് സംഭവങ്ങളൊക്കെ കായംകുളം ജംഗ്ഷൻ്റെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ, റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ. ഈ മെമു അത്യാവശ്യം അടിപൊളി സ്പീഡിലാട്ടോ കേട്ടോ യാത്ര ചെയ്യുന്നത്. 25 രൂപയ്ക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്, അത് വേറെ കാര്യം. വീണ്ടും മഴയൊന്ന് തോന്നിട്ടുണ്ട്. അകത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യൻ റെയിൽവേസ് കംഫർട്ടബിൾ ജേർണി. തിരക്കൊഴിഞ്ഞൊരു മെമു ട്രെയിൻ യാത്ര കൊള്ളാം. അങ്ങനെ അതേ മാവേലിക്കര എത്തിയിട്ടുണ്ട് കേട്ടോ. മാവേലിക്കര നമ്മൾ എത്തിയപ്പോഴത്തേക്കും 3:50 മാവേലിക്കര സ്റ്റേഷൻ. മാവേലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. മാവേലിക്കര സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മളിപ്പോൾ ഉള്ളത്. ഇതേ ഒരു മെമു ട്രെയിൻ വരുന്നതുണ്ടോ, എറണാകുളം കൊല്ലം മെമു. അത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് എടുക്കുന്ന മെമു. 1:15, 1:35. നല്ല തിരക്കാട്ടാ ഈ ട്രെയിൻ. എറണാകുളത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്തോ അതിനകത്ത് തിരക്കുള്ളത്. നമുക്ക് പിന്നെ ഫോണിൻ്റെ കാര്യത്തിൽ ഇത് വിഷയമായതുകൊണ്ട് സൂമൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല, ക്ലിയർ ആവത്തില്ല. തിരക്കുള്ളൊരു മെമുവാണ്. പോയി
അങ്ങനെ പതിയെ പതിയെ അതേ മാവേലിക്കരയിൽ നിന്നും നമ്മുടെ ഈ മെമു ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി എന്തുവാ ചെറിയനാട്, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം. ഈ മാവേലിക്കര കഴിഞ്ഞിട്ടേ നമ്മുടെ ചെറിയനാട് എത്തുന്നതിന് മുമ്പ് എനിക്കൊരു സ്പോട്ട് മിസ്സായിപ്പോയി. അതായത് ആറോപ്പുഴ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതായത് നമ്മുടെ മാവേലിക്കര കഴിഞ്ഞ് ചെറിയനാട് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്പോട്ടാണ്. എന്തോ ഒരു ആറാന്ന് തോന്നുന്നു, ആറോപ്പുഴ എങ്ങാണ്ട്. അത് എന്തായാലും ഇപ്പോൾ ചെറിയനാട് എത്തിയിട്ടുണ്ട്. ചെറിയനാട് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് 3:55 ആയിട്ടുണ്ടേ. വലിയ താമസമില്ലാതെ തന്നെ ചെറിയനാട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം കാഴ്ചകൾ, അതായത് പുറത്തോട്ടുള്ള മാക്സിമം കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും, അത് വേറെ കാര്യം. ഏതോ ഒരു തോടാണ് കേട്ടോ, പേര് വായിക്കാൻ പറ്റിയില്ല. അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ചെങ്ങന്നൂർ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ട്രെയിൻ. 4 മണി കഴിഞ്ഞിട്ടുണ്ട്, 4:05 കഴിഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂർ. അപ്പോൾ ചെങ്ങന്നൂരുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെറിയനാടിൻ്റെ കാര്യം പറയാൻ പറ്റുമോ, മറന്നുപോയതാട്ടോ. ചെറിയനാടുള്ളവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഇപ്പം ചെങ്ങന്നൂർ ഉള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ചെങ്ങന്നൂരിൽ നിന്നൊക്കെ നമ്മളെ വണ്ടി വന്നിരിക്കുകയാണ്. ചെങ്ങന്നൂർ സ്റ്റേഷൻ കണ്ടില്ലേ. പരുമല തീർത്ഥാടക ഇവിടെ ഇറങ്ങുക. പരുമല ചർച്ച് കൊള്ളാലോ. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടില്ല, പോയിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പം പരുമല പള്ളിയിലൊക്കെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. പരുമല നല്ല ഫേമസ് പള്ളിയാണെന്ന് തോന്നുന്നു, പേരൊക്കെ കേട്ടോ. എവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ പരുമല പള്ളി, പോയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും. അപ്പം പരുമല പള്ളി പോകണമെങ്കിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ വന്നത്. ഇതേ പോയിട്ടുണ്ട്. അങ്ങനെ ചെങ്ങന്നൂരിനും വിടാം.
മഴയൊക്കെ പെയ്ത് കവിഞ്ഞൊഴിഞ്ഞ് കിടക്കുന്ന നദി പുഴ. എനിക്ക് നദിയും പുഴയൊക്കെ തമ്മിൽ തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും കൊള്ളാം. അത്യാവശ്യം നല്ല സ്പീഡിലല്ലേ മെമു പോകുന്നത്? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ? നല്ല സ്പീഡിലാണ്. പിന്നെ മെമുവിൽ സ്ഥിര യാത്രക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ, മെമു യാത്ര ചെയ്യുന്നവരൊക്കെ. നമ്മൾ അടുത്ത ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ, തിരുവല്ല ഭാഗത്തോട്ട്. തിരുവല്ലയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നേക്കാം. നമ്മുടെ ഈ ചക്കുളത്തക്കാവ് ദേവി ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മളെ ചക്കുളത്താവ് നമ്മൾ പോകുന്ന വ്ളോഗൊക്കെ ചെയ്യുന്നതും നമ്മളെ തിരുവല്ലയിലാണ്. ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ എല്ലാം അടുത്തടുത്താണ്. തിരുവല്ലയിൽ ഇറങ്ങിയാൽ മതി ട്രെയിനിൽ വരുന്നവർക്കൊക്കെ. നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയുടെ ബ്ലോഗ് 2 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രം ദർശനം. അങ്ങനെ തിരുവല്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവല്ലയിലേക്ക് എത്തിയപ്പോഴത്തേക്കും 4:10 ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഇവിടെ നിർത്തിയിട്ടായിരുന്നു. എന്തുവാണെന്നൊരു പിടിയില്ല. 4:20 ഇപ്പം സമയം. 4:23 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ എടുത്തു തിരുവല്ലയിൽ നിന്ന്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതേ പതുക്കനെ ചങ്ങനാശ്ശേരി ഭാഗത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ചങ്ങനാശ്ശേരിക്കാരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളെ തിരുവല്ലക്കാരും പറയാൻ മറന്നുപോയതാണ്. തിരുവല്ലക്കാരും ഉള്ളവരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരേ. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. സമയം കണ്ടില്ലേ, 4:30 കഴിഞ്ഞു. 4:31 ആയപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
പ്ലാറ്റ്ഫോം നമ്പർ 2-ലായിരുന്നേ, ചങ്ങനാശ്ശേരി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, മെമു ട്രെയിനിൽ അറിയാത്തവരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ, ചാർജിങ് പോർട്സ് ഇല്ല, അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എപ്പോഴും ഒരു പവർ ബാങ്ക് കൈ വെച്ചിരിക്കുക. പിന്നെ ഫോണിൻ്റെ ഉപയോഗം കുറവുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഫോണിൽ ചാർജ് നിൽക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല. അല്ലാത്തവർക്ക് പവർ ബാങ്ക് തന്നെ വേണ്ടി വരും. ചാർജിങ് പോർട്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് വാസ്തവമാണ്, സത്യാവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളിതാ ചിങ്ങമനത്തേക്ക് കയറിയിരിക്കുകയാണ്. ചിങ്ങമനംകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ചിങ്ങവനത്തെത്തിയപ്പം 4:41. വണ്ടി ഓടിക്കയറുന്നുണ്ട് കേട്ടാ. എവിടെയൊക്കെ പിടിച്ചിട്ടേക്കെന്തെങ്കിലും വണ്ടി പറപ്പ സ്പീഡിൽ ഓടി കയറുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് കോട്ടയം. ഇതേ നമ്മുടെ കോട്ടയം ഭാഗത്തോട്ട് കയറുന്നതിന് മുമ്പ് കണ്ടോ പഴയ തുരങ്കം ഓർമ്മ. നമ്മൾ കോട്ടയത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ മെമുക്കൂട്ടനെ അവിടെ എവിടെയൊക്കെ പിടിച്ചിടുമെങ്കിലും കുറച്ച് തങ്ങളും കറക്റ്റ് സമയത്ത് തന്നെ ഓടി കയറുന്നുണ്ട് കേട്ടോ. കുറച്ച് കണക്കത്ത് സർവീസ് അങ്ങ് വന്നായിരുന്നു സാധാരണക്കാരെ കുറേ ബുദ്ധിമുട്ടുകളങ്ങ് മാറിയാനാണ്. അല്ലാതെ എനിക്ക് ഒരിക്കലും ഇത് വലിയ വണ്ടിക്കകത്തൊന്നും ഇനി ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഒരു പരിപാടി നടക്കത്തില്ല. ഇനി ഭാവിയിൽ അത് മൊത്തം കളയത്തേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുമെന്നൊരു പിടിയില്ല. അതുകൊണ്ട് ഈ മെമു ട്രെയിൻ അത്യാവശ്യമായിട്ട് അതിന് പകരമായിട്ട് ഇറക്കിയേ പറ്റത്തുള്ളൂ. ഒരുവിധം എല്ലാ സാധാരണക്കാരും പല ബുദ്ധിമുട്ടുകളും മാറും. അങ്ങനെ കഴിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ, കോട്ടയം. നമ്മുടെ മെമു ട്രെയിൻ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് 4:50 കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 4:50, 51, 52 കോട്ടയം. ഈ ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരാണ് അങ്ങനെ നിൽക്കുന്നത് അവിടെയൊക്കെ. സമയം എന്താ ഇപ്പോൾ കാണിച്ചാലല്ലോ, അവിടെ ചെന്നുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. 4:51 ആയതേ ഉള്ളൂ കണ്ടോ. ഇത് തിരിച്ച് 5:40 ഇതേ ട്രെയിനിൽ തന്നെ 25 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നതാണ്. കണ്ടില്ലേ, 4:51. അപ്പോൾ ടോട്ടൽ 50 രൂപ. കൊല്ലം കോട്ടയം, കോട്ടയം കൊല്ലം. പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് നമ്മുടെ ട്രെയിൻ കിടക്കുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നടന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. ഒരു ചായയും കൂടെ കുടിക്കണം. ചായ കുടിച്ചായിരുന്നു, ഇനി കുടിക്കുമെന്ന് അറിയത്തില്ല. തിരിച്ച് ഈ വണ്ടിക്ക് തന്നെ യാത്ര ചെയ്യണം. പരശു വരും. പരശു വരാനുള്ള ആൾക്കാർ ഇപ്പോൾ അപ്പുറത്ത് കാത്തിരിക്കുക കേട്ടോ. പരശു ലേറ്റായിട്ടാണ്, 1 മണിക്കൂർ ലേറ്റായിട്ടാണ് കണ്ട പരശു വരുന്നത്. പരശുവിനെ ഒന്ന് പിടിച്ചിട്ട് പോകാം നമുക്ക്. എന്തായാലും വന്ന് പരശുവിനെ ഒന്ന് കാണാം. ഇതോ അപ്പുറത്താണ്. നമ്മളെ ട്രെയിൻ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ മെമുവിന്, അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇനിയിപ്പോൾ സ്റ്റെയർ കയറാം. ഇപ്പുറത്തെ ഈ വലത് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പരശുവിനെ കാണാം. പിന്നെ ഒരു വെറൈറ്റിക്ക് സ്റ്റെയർ കയറി അപ്പുറത്തെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നിട്ട് അവിടുന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. സമയമുണ്ടല്ലോ.
പോർട്രേറ്റ് കിടക്കുന്നു, മാറുന്നില്ല. ഇത് വേണ്ട, പരശുവിന് നിൽക്കുന്ന ആളാണ്. നമുക്ക് വേണമെങ്കിൽ പരശുവിന് കയറി പോവാ എയറിലൊക്കെ നിന്ന്. പക്ഷെ വയ്യ, മെമു തന്നെ പോകുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, പരശുക്കുട്ടൻ വന്നു, പരശുക്കുട്ടൻ. ഇപ്പം നമുക്ക് കളയാൻ സമയമൊന്നുമില്ല. നമ്മളിപ്പോൾ നേരെ തിരിച്ച് കടന്നു പോയി ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് വന്ന് വണ്ടി വന്നിരിക്കണം. മെമുവിന് അല്ല സീറ്റ് കിട്ടത്തില്ല. സീറ്റ് കിട്ടും, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതേ ഗൈസ്, ഞാൻ എന്താ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. നമുക്ക് തിരിച്ചുള്ള യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. അപ്പോൾ അതേ നമ്മളിതേ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗ് വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.